അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് മാവൊക്കെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരാനുള്ള ഒരു ട്രിക്കും കൂടെ ഈ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഏതൊരു തണുത്ത കാലാവസ്ഥയിലാണെങ്കിലും മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഇതുവരെ പാലപ്പൊന്നും ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ട്രിക്കും കൂടെ ഉണ്ട്. ഇതിൽ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മൾ സാധാരണ പാലപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പിയിലേക്ക് 1-2 നുള്ളി ഈസ്റ്റ് മാത്രം മതി. ഒരുപാട് ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പാലപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ പച്ചരി, സാധാരണ പാലപ്പം ഇഡ്ഡലിയും ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. ഒരു 3/4 കപ്പോളം തേങ്ങ ചിരവിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കുറഞ്ഞാലോ കുറച്ച് കൂടിയാലോ ഒന്നും കുഴപ്പമില്ല കേട്ടോ. കൂടിയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് അളവൊന്നും വേണമെന്നില്ല. ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക. ഏതരിയുടെ ചോറും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മട്ടരിയുടെ ചോറ് 1 തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കണം. 1 തവി ചോറ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ചോറ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചോറ് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്നെസ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ഒട്ടുന്ന പരുവത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ 1 തവി മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാലപ്പം ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈസ്റ്റ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു 1-2 നുള്ളു മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഈസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 3-4 മാസം മാത്രമേ കേട്ടോ ഈസ്റ്റിന് എക്സ്പയറി ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു അരിയുടെ അതേ അളവിൽ നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉപ്പൊന്നും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. മാവ് നന്നായിട്ട് പൊങ്ങി വന്ന ശേഷം ചുട്ടെടുക്കുന്ന ആ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് വേണ്ടത്. പാലപ്പത്തിൻ്റെ മാവൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ദോശമാവിലേറെ കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടാണ് വേണ്ടത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല വെട്ടി തിളച്ച വെള്ളം വേണ്ട. ഒരു ആവിയൊക്കെ പോകുന്ന തരത്തിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് വേണ്ടത്. നമ്മുടെ കൈയൊക്കെ മുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു ചൂടുണ്ടല്ലോ, ആ ഒരു പാകത്തിനാണ് ചൂട് വേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രാത്രി മുഴുവൻ ഇതുപോലെ അടച്ചിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലെ വെക്കുമ്പോൾ അത്യാവശ്യം വലിയ പാത്രത്തിൽ വെക്കണം കേട്ടോ. എൻ്റെ ഈ ഒരു ബൗളിലായത് കാരണം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാവ് മുഴുവനും ആ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് സമയത്താണ് എത്തിയത്. 1-2 ഡ്രോപ്പ് മാവ് മാത്രമേ വെള്ളത്തിൽ പോയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ വേണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാനും മാവ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നതൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് താന്ന് പോകും കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ പാലപ്പച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം മാവ് ചുറ്റിച്ചു കൊടുത്ത ശേഷം ബബിൾസൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. അതല്ലെങ്കിൽ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞിട്ട് നടുഭാഗം വേവാതിരിക്കും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ മൊരിപ്പിച്ചെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. ഇവിടെ അങ്ങനെ സൈഡ് ഭാഗം നന്നായിട്ട് മൊരിയുന്നത് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അധികം മൊരിപ്പിക്കാത്തത്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും ചുട്ടെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പാണ്. അപ്പോൾ ഇതുവരെ പാലപ്പം തയ്യാറാക്കി നോക്കിയിട്ട് പരാജയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിതുപോലെ രാത്രി മുഴുവൻ ചെറിയ ചൂടുള്ള ഒരു വെള്ളത്തിൽ വെച്ചത് കാരണം നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഒരല്പം ഈസ്റ്റ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്.
ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രാവിലെ അരി അരച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ പാലപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്